ശരീരം മുഴുവൻ തകർന്നിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ കാഫ്ക തൻ്റെ ഒടിഞ്ഞ കാലും കുത്തി എഴുന്നേറ്റു. അവൻ്റെ വിൽ പവർ കൊണ്ടാകണം 0% കോമ്പാറ്റ് പവർ ഉണ്ടായിരുന്ന അവൻ്റെ സ്യൂട്ടിന് 0.01% പവർ വന്നു. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം ഞാൻ ക്വിറ്റ് ചെയ്യില്ല എന്ന് അവൻ ഹോഷിനയോട് വിളിച്ചു പറഞ്ഞു. കൺട്രോൾ റൂമിലിരുന്ന് ഇതൊക്കെ കണ്ട ഹോഷിനയ്ക്ക് കാഫ്കയുടെ ധൈര്യത്തിൽ മതിപ്പ് തോന്നി. ടെസ്റ്റിൽ തുടരാൻ അവൻ കാഫ്കയെ അനുവദിച്ചു. അത് കേട്ട കാഫ്കയ്ക്ക് സന്തോഷമായി. പക്ഷേ അപ്പോഴും ഈ ഒടിഞ്ഞ കാലും കൊണ്ട് ഒരടി പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അവൻ്റെ കൂടെ നിന്ന് ഇച്ചികാവയെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കി. എന്നെ വിട്ടിട്ട് നീ പോയി കൈജുവിനെ കൊന്ന് ടെസ്റ്റ് പാസ്സാവാൻ കാഫ്ക ഇച്ചികാവയെ ഉപദേശിച്ചു. പക്ഷേ അവനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ ഇച്ചികാവ തയ്യാറായില്ല. ജയിച്ചാലും തോറ്റാലും ഒരുമിച്ച് തന്നെ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞപ്പോൾ കാഫ്കയ്ക്ക് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും ജയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അലറി വിളിച്ചുകൊണ്ട് കാഫ്ക കൈജുവിന് നേരെ പായുകയാണ്. പക്ഷേ അത് കണ്ട മറ്റുള്ളവരെല്ലാം അവനെ അത്ഭുതത്തോടെ നോക്കി. കാരണം കാഫ്ക ഇച്ചികാവയുടെ തോളിൽ കയറി ഇരുന്നിട്ടാണ് ഷോ ഇറക്കുന്നത്. അവൻ്റെ കാലൊടിഞ്ഞതുകൊണ്ട് പാവം ഇച്ചികാവയ്ക്കും ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ കണ്ട ഹോഷിന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇവന്മാരെ പോലുള്ള കോമാളികൾ ടീമിലുണ്ടെങ്കിൽ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവരുടെ കളിയാക്കലും തുറിച്ചുനോട്ടവും ഒന്നും മൈൻഡ് ചെയ്യാതെ കാഫ്കയും ഇച്ചികാവയും കീക്കറുവിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിച്ചു. ഇതേസമയം കീക്കറു കണ്ണിൽ കണ്ട യോജുവിനെയൊക്കെ കൊന്നു തള്ളിക്കൊണ്ട് ഹോജുവിനെ കൊല്ലാൻ വേണ്ടി പായുകയായിരുന്നു. അവളുടെ സ്പീഡിനും പവറിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ അസൂയയോടെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ തോക്ക് മാറ്റി വെച്ചിട്ട് കയ്യിൽ കിട്ടിയ ഇരുമ്പ് തൂണൊക്കെ എടുത്ത് കൈജുവിനെ അടിച്ചു കൊല്ലാൻ തുടങ്ങി. അവളുടെ കരുത്ത് കണ്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്നവർ പോലും പകച്ചുപോയി. അങ്ങനെ അധികം വൈകാതെ അവിടെ ഉണ്ടായിരുന്ന യോജുവിനെയെല്ലാം അവൾ കൊന്നു തീർത്തു. ഇനി ബാക്കിയുള്ളത് ഒരു വലിയ ഹോജു മാത്രമാണ്. അതിനെ കൊല്ലാൻ വേണ്ടി അവൾ അങ്ങോട്ടേക്ക് കുതിച്ചു. ദൂരെ നിന്നും ഹോജുവിനെ കണ്ടതും അവൾ അതിൻ്റെ നേരെ എടുത്ത് ചാടി. എയറിൽ വെച്ച് തന്നെ അവളൊരു ഗ്രനേഡ് എടുത്ത് ഹോജുവിൻ്റെ നേരെ എറിഞ്ഞു. അതിൻ്റെ പുകയിൽ കാഴ്ച മറഞ്ഞുപോയ കൈജു ഭ്രാന്ത് പിടിച്ച പോലെ അലറാൻ തുടങ്ങി. അപ്പോഴേക്കും കീക്കറു അങ്ങോട്ടേക്ക് ചാടി വന്നിട്ട് ഹോജുവിൻ്റെ വായ ചവിട്ടി പിളർത്തി അതിനിടയിൽ നിന്നു. ഹോജുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപേ അവൾ അതിൻ്റെ വായിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് കാഞ്ചി വലിച്ചു. ആ ബുള്ളറ്റ് ഹോജുവിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. അങ്ങനെ ആ ഹോജു വയർ പൊട്ടിച്ചിതറി ചത്തു വീണു. ഇതൊക്കെ കണ്ട് കൺട്രോൾ റൂമിലിരുന്ന എല്ലാവരും ഐസായിട്ട് നിൽക്കുകയായിരുന്നു. ഒടുവിൽ കോനോമി ഹോജു മരിച്ചുവെന്നും ഈ എക്സാം അവസാനിച്ചുവെന്നും അനൗൺസ് ചെയ്തു. ഇത് കേട്ട കാഫ്കയും ഇച്ചികാവയും ഓട്ടം നിർത്തി. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുൻപേ ടെസ്റ്റ് അവസാനിപ്പിച്ചതിൽ അവന് കീക്കറുവിനോട് ദേഷ്യം തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും നിലത്ത് തളർന്ന് കിടപ്പായി. ഈ സമയം കൺട്രോൾ റൂമിൽ നിന്നും കോനോമി സർവൈലൻസ് ഡ്രോണുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോഴും ഹോഷിന ഇന്നത്തെ ടെസ്റ്റിനെ വിലയിരുത്തുകയായിരുന്നു. മിനിമം 30 പേരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആകുമെന്ന് അവൻ കരുതിയ ടെസ്റ്റിൽ ഇന്ന് ഒരാൾ പോലും പുറത്തായിട്ടില്ല. അതുമാത്രമല്ല, കീക്കറു ഷിനോമിയയുടെ യഥാർത്ഥ പവർ കണ്ട ആഷിറോ പോലും ഇംപ്രസ്ഡ് ആയിരുന്നു. അവൾ ഡിഫൻസ് ഫോഴ്സിന് ഒരു പുതിയ മുതൽക്കൂട്ടാകുമെന്ന് അവർക്കുറപ്പായി. അപ്പോഴും കീക്കറു ആ കൈജുവിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്ത് നിൽക്കുകയാണ്. അതിനെ കൊന്നിട്ടും അവൾക്ക് സന്തോഷമോ അഭിമാനമോ ഒന്നും തോന്നിയിരുന്നില്ല. അച്ഛന് കൊടുത്തിരുന്ന വാക്ക് പാലിക്കാൻ പറ്റിയതിൽ മാത്രമായിരുന്നു അവൾക്ക് സന്തോഷം. അവളുടെ കുട്ടിക്കാലം മുതലേ പങ്കെടുത്ത എല്ലാ ടെസ്റ്റുകളിലും അവൾ ഒന്നാമതായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം കീക്കറുവിന് വേണ്ടിയിരുന്നത് അവളുടെ അച്ഛൻ്റെ സ്നേഹം മാത്രമായിരുന്നു. മറ്റുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ അവരെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വരുമ്പോൾ കുഞ്ഞു കീക്കറു അത് വിഷമത്തോടെ നോക്കി നിൽക്കും. അമ്മയില്ലാത്ത അവളെ എന്നും വിളിക്കാൻ വരുന്നത് ഒരു ജോലിക്കാരനാണ്. വീട്ടിൽ ചെന്ന് അവൾ അച്ഛന് തൻ്റെ പെർഫെക്റ്റ് സ്കോർ കാണിച്ചു കൊടുത്താലും മിസ്റ്റർ ഷിനോമിയ അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കുക പോലുമില്ലായിരുന്നു. നീ ജീവിതകാലം മുഴുവൻ ജയിക്കേണ്ടവളാണ്, നാടിൻ്റെ അഭിമാനമാകേണ്ടവൾ. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിച്ച് സമയം കളയരുതെന്നായിരുന്നു അയാളുടെ വാദം. അതുകൊണ്ട് ഇന്നും കീക്കറു അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ ടെസ്റ്റിലും ഫസ്റ്റായ സന്തോഷത്തിൽ അവൾ തിരികെ നടന്നു. പെട്ടെന്ന് അവളുടെ പിന്നിൽ മനുഷ്യരൂപത്തിലുള്ള ഒരു കൈജു പ്രത്യക്ഷപ്പെട്ടു. അത് മനസ്സിലാക്കി അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അത് അവളുടെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾ ചോര തുപ്പി നിലത്ത് വീണു. പക്ഷേ അവൾ മരിച്ചില്ല. ആ കോമ്പാറ്റ് സ്യൂട്ടിൻ്റെ കട്ടി കാരണം ആ ബുള്ളറ്റ് അവളുടെ ഹൃദയത്തിൽ തൊട്ടില്ല. അപ്പോഴേക്കും ആ സ്യൂട്ട് അവളുടെ മുറിവ് മൂടി രക്തമൊഴുകുന്നത് തടഞ്ഞു. ഈ സമയം ആ പുതിയ കൈജു ചത്തുകിടക്കുന്ന ഹോജുവിനെ തലോടുകയായിരുന്നു. അപ്പോൾ അവൻ കീക്കറു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നത് കണ്ടു. നെഞ്ചത്ത് ഷൂട്ട് ചെയ്തിട്ടും നീ എന്താണ് ചാകാത്തതെന്ന് അവൻ അവളോട് ചോദിച്ചു. ആ കൈജു സംസാരിക്കുന്നത് കേട്ടപ്പോൾ കീക്കറു ആകെ ഞെട്ടിപ്പോയി. അവൾ അതിനെ വെടിവെക്കാൻ വേണ്ടി തോക്കെടുത്തതും ആ കൈജു അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. തൊട്ടടുത്ത നിമിഷം കുറേ ബുള്ളറ്റുകൾ അവളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി. അതോടെ അവൾ ആകെ തളർന്നിരുന്നു പോയി. പെട്ടെന്ന് അവിടെ ചത്തുകിടന്നിരുന്ന ആ ഹോജു പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് അലറി. ഇതേസമയം ട്രെയിനിങ് ഏരിയയുടെ മറ്റൊരു വശത്ത് കാഫ്കയും ഇച്ചികാവയും തളർന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ചത്തുകിടന്നിരുന്ന യോജു എല്ലാം എഴുന്നേൽക്കാൻ തുടങ്ങി.
ഇത് കണ്ട കാഫ്ക അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ കണ്ണും തള്ളി നിൽപ്പായി. ഈ സമയം കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ക്യാപ്റ്റൻ ഹോഷിനെ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവനും മനസ്സിലായില്ല. അപ്പോഴേക്കും കീക്കറുവിൻ്റെ സ്യൂട്ട് തകരാറായി എന്ന് അവിടെ സിഗ്നൽ കിട്ടി. പക്ഷേ ഡ്രോൺ എല്ലാം ഷട്ട് ഡൗൺ ചെയ്തതുകൊണ്ട് വിഷ്വൽസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവൾ കൊന്ന ഹോജു 6.4ൻ്റെ പവറോടെ വീണ്ടും എഴുന്നേറ്റ് വന്നു എന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പവറിൻ്റെ ഇരട്ടിയിലധികം സ്ട്രോങ് ആണ് ആ ഹോജു ഇപ്പോൾ. സിറ്റുവേഷൻ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് മനസ്സിലായ ആഷിരോ അവർക്ക് ഇവാക്യുവേഷൻ ഓർഡർ കൊടുത്തു. ഹോജുവിൻ്റെ അടുത്തേക്ക് ഡ്രോണിനെ അയക്കാൻ പറഞ്ഞിട്ട് അവൾ ഹോഷിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിത്തിരിച്ചു. ഈ സമയം ട്രെയിനിങ് ഫീൽഡിനുള്ളിൽ ഇവാക്യുവേഷൻ അനൗൺസ്മെൻറ്റ് മുഴങ്ങി. ഇവാക്യുവേഷൻ സിഗ്നൽ ഫ്ലെയറുകൾ ആകാശത്തേക്ക് ഉയർന്നു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഓടുന്നതിനിടയിൽ ആ ഹോജു എഴുന്നേറ്റുവെന്നും കീക്കറു അതിനെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണെന്നും ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ഇച്ചികാവ കാഫ്കയെ നോക്കിയപ്പോൾ കാഫ്ക ഇരുന്ന സ്ഥലം കാലിയായിരുന്നു. കാഫ്ക എവിടെ പോയതാണെന്ന് ഓർത്ത് ഇച്ചിക്കാവ അത്ഭുതപ്പെട്ടു. അവൻ ആദ്യമേ പുറത്തേക്ക് ഓടിക്കാണുമെന്ന് കരുതി ഇച്ചിക്കാവയും പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോഴേക്കും ആ ഹോജു മുൻപത്തേക്കാൾ കരുത്തോടെ എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. അതിനെ തോൽപ്പിക്കാൻ തന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കീക്കറുവിന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഈ ഹോജുവിനെ തടയാൻ അവിടെ അവൾ മാത്രമേ ഉള്ളൂ. ഇതിനെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴേക്കും അവളുടെ സ്യൂട്ട് ആ മുറിവുകളൊക്കെ കവർ ചെയ്തു. അവശേഷിക്കുന്ന സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവൾ ആ ഹോജുവിനെ ഷൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അപ്പോഴേക്കും ആ ഹോജു അവളെ അടിച്ച് തെറിപ്പിച്ചു. ഒരു ചുവരിൽ ചെന്ന് ഇടിച്ച അവൾ ശരീരം തകർന്ന് അനങ്ങാനാവാതെ നിന്നുപോയി. അപ്പോൾ അവൾ തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തു. അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അവൾ വീണ്ടും എഴുന്നേറ്റ് ഹോജുവിനെ ഷൂട്ട് ചെയ്തു. തൊട്ടു പിന്നാലെ ആ ഹോജു വീണ്ടും അവളെ അടിച്ച് നിലത്തിട്ടു. എന്നിട്ടും വിട്ടുകൊടുക്കാൻ കീക്കറു തയ്യാറായില്ല. അവൾ വീണ്ടും എഴുന്നേറ്റുവെങ്കിലും അവളുടെ കൈ ഒടിഞ്ഞ് മടങ്ങിപ്പോയിരുന്നു. തോക്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവൾ നിസ്സഹായയായി അവിടെ ഇരുന്നു. പെട്ടെന്ന് ആ കൈജുവിൻ്റെ തലയിൽ 2 കൊമ്പുകൾ മുളച്ചു വന്നു. ആ കൊമ്പുകളിലൂടെ എനർജി ശേഖരിച്ചുകൊണ്ട് ആ കൈജു അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ സമയം നമ്മുടെ ഹോഷിനെയും ആഷിറോയും ട്രെയിനിങ് ഫീൽഡിലേക്ക് ഓടുകയായിരുന്നു. പക്ഷേ അവർ അപ്പോഴും കീക്കറുവിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ഈ സമയം കൊണ്ട് ആ ഹോജു തൻ്റെ കൊമ്പുകൾക്കിടയിൽ എനർജി കളക്ട് ചെയ്ത് ഒരു വലിയ ഗോളം പോലെയാക്കിയിരുന്നു. അപ്പോഴും കീക്കറു അതിൻ്റെ മുന്നിൽ നിസ്സഹായയായി ഇരിപ്പുണ്ട്. താൻ തോറ്റുപോയതോർത്ത് അവൾ അച്ഛനോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചു. പെട്ടെന്ന് ആ ഹോജു കീക്കറുവിന് നേരെ എനർജി ബീം ഷൂട്ട് ചെയ്തു. മരണം മുന്നിൽ കണ്ട് കീക്കറു കണ്ണുകളടച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും കാഫ്ക അവളുടെ മുന്നിലെത്തി. ഇനി പേടിക്കേണ്ട എന്ന് അവൻ അവളോട് പറഞ്ഞു. അവനെ കണ്ട ഞെട്ടൽ കീക്കറുവിന് മാറും മുൻപേ ആ പ്രദേശം മുഴുവൻ കൈജുവിൻ്റെ അറ്റാക്കിൽ പൊട്ടിത്തെറിച്ചു. ഒടുവിൽ പൊടിയും പുകയുമൊക്കെ വിട്ടുമാറി കഴിഞ്ഞപ്പോൾ കീക്കറുവിന് ഒരു പോറൽ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മുന്നിൽ കൈജു ഫോമിൽ നിൽക്കുന്ന കാഫ്ക ആ പൊട്ടിത്തെറിയിൽ നിന്നും അവളെ രക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ആകെ അന്തം വിട്ടുന്ന കീക്കറുവിനോട് കാഫ്ക നന്ദി പറഞ്ഞു. കാരണം അവൾ ഇവിടെ ഹോജുവിനെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് തക്ക സമയത്ത് രക്ഷപ്പെടാൻ പറ്റിയത്. അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നിൽ നിന്നും കൈജു വീണ്ടും അവരുടെ നേരെ എനർജി ബീം അറ്റാക്ക് ചെയ്തു. പക്ഷേ കാഫ്ക കൂളായിട്ട് അതിനെ അടിച്ച് പുറത്തേക്ക് വിട്ടു. എന്നിട്ട് അവനെ കൈജുവിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി. അവൻ്റെ ദേഹം മുഴുവൻ ഇടിമിന്നൽ പോലെ വെട്ടിത്തിളങ്ങി. അവൻ അവൻ്റെ പവർ അവിടെ അൺലീഷ് ചെയ്തു. അപ്പോൾ കൺട്രോൾ റൂമിലിരുന്ന കോനോമി പെട്ടെന്ന് ഫീൽഡിൽ കാഫ്കയുടെ കൈജു ഫോമിൻ്റെ പവർ റീഡിംഗ് കണ്ട് ഞെട്ടി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 9.8 എന്ന റീഡിംഗ് ആണത്. അവൾ ഈ കാര്യം ഹോഷിനെ അറിയിച്ചപ്പോൾ അവനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അത് സെൻസറിൻ്റെ എന്തെങ്കിലും തകരാറായിരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ ഈ സമയം ഫീൽഡിൻ്റെ മറ്റൊരു ഭാഗത്ത് കാഫ്കയെ അറ്റാക്ക് ചെയ്യാൻ കൈജു ഓടി വരികയായിരുന്നു. കാഫ്കയാണെങ്കിൽ ഒറ്റയടിക്ക് അതിനെ കൊല്ലാൻ കണക്കാക്കി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ 2 പേരും അടുത്തെത്തിയതും ഇടിക്കാൻ വേണ്ടി അവർ കൈ ഓങ്ങി. അപ്പോൾ കാഫ്ക സർവ്വശക്തിയും എടുത്ത് ആ കൈജുവിൻ്റെ കൈയിലേക്ക് തന്നെ ഇടിച്ചു. ഇടിയുടെ പവർ കാരണം ആ പ്രദേശം മൊത്തം കുലുങ്ങി. പക്ഷേ കാഫ്കയുടെ പവർ ആ ഹോജുവിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. അവൻ്റെ ഇടിയിൽ കൈജുവിൻ്റെ ദേഹത്തെ മാംസം പോലും ഇളകി ആവിയായി പോകാൻ തുടങ്ങി. അതിൻ്റെ ശരീരം പൊട്ടിത്തെറിച്ചു. അവിടെ ആകെ പൊടിയും പുകയും മൂടിയതുകൊണ്ട് അവിടെ നടക്കുന്നതൊന്നും കീക്കറുവിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിലെല്ലാം അടങ്ങിയപ്പോൾ ആ കൈജുവിൻ്റെ കാലുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളും ചോരയും അവിടെ മഴ പോലെ പെയ്തിറങ്ങി. ആ പ്രദേശം മൊത്തം കൈജുവിൻ്റെ അവശിഷ്ടം കൊണ്ട് നിറഞ്ഞു. ചിതറിക്കിടക്കുന്ന കൈജുവിനെ നോക്കിയിട്ട് ചുണയുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ജീവനോടെ വരാൻ കാഫ്ക അതിനോട് പറഞ്ഞു. അപ്പോഴാണ് കീക്കറു ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അവൻ ഓർത്തത്. അവൻ അവളുടെ അടുത്തേക്ക് ഓടി. അവളുടെ അടുത്തെത്തിയതും അവൻ അവളെ തൊഴുതുകൊണ്ട് ഇക്കാര്യം മറ്റാരോടും പറയരുതെന്ന് അപേക്ഷിച്ചു. അപ്പോഴേക്കും അവൻ്റെ മുഖം പഴയതുപോലെയായി. അവൻ അവളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ഇച്ചിക്കാവ വന്ന് അവൻ്റെ മണ്ടക്കടിച്ചു. കൈജു ഫോം എടുത്തതിൽ ഇച്ചിക്കാവയ്ക്ക് നല്ല കലിപ്പുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കീക്കറു അവിടെ ബോധം കെട്ട് വീണു.
അതുകണ്ട് അവർ എത്രയും പെട്ടെന്ന് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അധികം വൈകാതെ ഹോഷിനെയും ആഷിറോയും സംഭവസ്ഥലത്തെത്തി. അപ്പോൾ കീക്കറുവിനെയും കൊണ്ട് കാഫ്കയും ഇച്ചിക്കാവയും ബേസിലെത്തിയെന്നും ഇപ്പോൾ എല്ലാ മത്സരാർത്ഥികളും സേഫ് ആണെന്നും കോനോമി അവരെ അറിയിച്ചു. അപ്പോഴും ട്രെയിനിങ് ഫീൽഡിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. ആ ഏരിയ മൊത്തം കൈജു വേസ്റ്റ് കിടക്കുന്നത് കണ്ടിട്ട് അതെന്തായാലും കീക്കറു ചെയ്തതല്ല എന്ന് അവർ ഊഹിച്ചു. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഹോഷിനെ ഒന്ന് ഓർത്തു നോക്കി. ചത്ത കൈജുകളെല്ലാം ജീവനോടെ തിരിച്ചു വന്നു. കീക്കറുവിന് പരിക്ക് പറ്റി. മറ്റൊരു കൈജു പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് കുറേ പൊട്ടിത്തെറികളുണ്ടായി. ഒടുവിൽ ആ ഹോജു ഇങ്ങനെ ചത്ത് പേസ്റ്റായിട്ട് കിടക്കുന്നു. എല്ലാം കൂടി ചേർത്ത് നോക്കിയപ്പോൾ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവന് തോന്നി. പെട്ടെന്ന് 3 മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം അവന് ഓർമ്മ വന്നു. 3 മാസങ്ങൾക്ക് മുൻപ് കൈജു നമ്പർ 8നെ ആദ്യമായി കണ്ട ദിവസവും ഇതുപോലെ ഒരു കൈജു നിന്ന നിപ്പിൽ പൊടിഞ്ഞു പോയിരുന്നു. രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാകുമോ എന്ന് അവൻ സംശയിച്ചു. പിറ്റേ ദിവസം കാഫ്ക ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുകയായിരുന്നു. തൊട്ടടുത്തായിട്ട് ഇച്ചിക്കാവയും ഇരിപ്പുണ്ട്. ഇന്നലത്തെ ടെസ്റ്റിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്നോർത്ത് കാഫ്ക ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇച്ചിക്കാവ അവനെ ആശ്വസിപ്പിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനു വേണ്ടിയും കാഫ്ക ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഡിഫൻസ് ഫോഴ്സിൽ കയറാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും ആഷിറോയുടെ ഒപ്പം കൈജുവിനെ ഫൈറ്റ് ചെയ്യുന്നതാണ് ലക്ഷ്യമെന്നും അവൻ ഇച്ചിക്കാവയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ആഷിറോ ആ റൂമിന് വെളിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും രണ്ടുപേരും അമ്പരന്ന് പോയി. അപ്പോൾ അവൾ കീക്കറുവിനെ ഫീൽഡിൽ നിന്നും ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ഇച്ചിക്കാവയോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അവൾ കാഫ്കയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. അത് കണ്ട കാഫ്ക അവളെ തിരികെ വിളിക്കാൻ നോക്കിയെങ്കിലും അവൻ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. എന്നെങ്കിലും ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അവളോട് സംസാരിക്കൂ എന്ന് അവൻ തീരുമാനിച്ചു. ഈ സമയം ഹോസ്പിറ്റലിലെ മറ്റൊരു വാർഡിൽ കീക്കറുവിനെ അഡ്വാൻസ്ഡ് ലെവൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ അവിടെ എത്തി. ഇന്നലെ ആ കൈജുവിനെ ഒറ്റയ്ക്ക് നേരിട്ട ധൈര്യത്തിന് അയാൾ അവളെ അഭിനന്ദിച്ചു. ഇന്നലെ നടന്ന സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിനിടയിൽ അയാൾ അവളോട് ആ കൈജുവിനെ രണ്ടാമത് കൊന്നത് ശരിക്കും നീ തന്നെയാണോ എന്ന് ചോദിച്ചു. അത് കേട്ട കീക്കറു ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അവൾ കാഫ്കയെ പറ്റി ഓർത്തു. എന്നിട്ട് പറഞ്ഞു, അതിനെ കൊന്നത് ഞാൻ തന്നെയാണ്, ഞാൻ മാത്രം. അവളുടെ മറുപടി കേട്ട ഹോഷിന് പിന്നീട് മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ചില്ല. ഈ സമയം സിറ്റിയുടെ മറ്റൊരു വശത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ മനുഷ്യരൂപത്തിലുള്ള കൈജു തൻ്റെ സെൽഫോണിലൂടെ ന്യൂസുകൾ കേൾക്കുകയായിരുന്നു. ഇന്നലത്തെ ട്രെയിനിങ് ഫീൽഡിലെ കൈജു അറ്റാക്കിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോൾ അതിന് അത്ഭുതവും നിരാശയും തോന്നി. ശക്തനായ ഒരു എതിരാളി അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഈ സമയം ആരോ അവനെ ഫോണിൽ വിളിച്ചിട്ട് അവനോട് കക്കൂസിൽ കയറി അടയിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അത് കേട്ട കൈജു ഒരു മനുഷ്യൻ്റെ രൂപമെടുക്കാൻ തുടങ്ങി. ഞാൻ ദേ എത്തിയെന്ന് അവൻ മനുഷ്യൻ്റെ ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. ഈ സമയം ടോയ്ലറ്റിൻ്റെ പുറത്ത് ഒരു കൂട്ടം ആളുകൾ അവനെയും കാത്ത് നിൽക്കുകയാണ്. കൈജു സ്വീപ്പർ കമ്പനിയിലെ നമ്മുടെ കാഫ്കയുടെ പഴയ സഹപ്രവർത്തകരാണവർ. കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്ത പയ്യൻ ടോയ്ലറ്റിൽ പോയതുകൊണ്ട് അവനെയും കാത്തിരിക്കുകയായിരുന്നു ആ പാവങ്ങൾ. അപ്പോഴേക്കും ആ കൈജു ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവിടെ എത്തി. അവനാണ് കാഫ്കയുടെ ഒഴിവിൽ കമ്പനിയിൽ ജോയിൻ ചെയ്ത പുതിയ ആൾ. അപ്പോഴും അവനൊരു കൈജുവാണെന്നറിയാതെ അവർ അവനെയും കൂട്ടി ജോലിസ്ഥലത്തേക്ക് യാത്രയായി. ആ കൈജുവും അവരിലൊരാളായി അവരുടെ കൂടെ മുന്നോട്ട് നടന്നു.